ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിനിസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏരിയൽ വാഷിംഗ് പൗഡറിൻ്റെ ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള ഒരു പോഡിനെ കുറിച്ചാണ്. അപ്പോൾ ആ പോഡ് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. സാധാരണ ഒരു വാഷിംഗ് പൗഡർ എടുത്ത് നമ്മൾ തുറക്കുമ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് വാഷിംഗ് പൗഡറിലേക്ക് ഇടുമ്പോൾ തന്നെ ഒരു ചെറിയ കാറ്റിന് നമ്മുടെ കണ്ണിലോ സ്കിന്നിലോ ആകാൻ സാധ്യത വളരെ കൂടുതലാണ്. സ്കിന്നിലായി കഴിഞ്ഞാൽ നമ്മൾ കഴുകിയാലും നമുക്ക് നമ്മുടെ സ്കിന്നിലൊരു ഇറിറ്റേറ്റിംഗ് ഫീലിംഗ് ഉണ്ടാകും. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായാണ് ഏരിയൽ വാഷിംഗ് പൗഡറിൻ്റെ ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള ഈ പോഡ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ പോഡ് ഉപയോഗിക്കാൻ വളരെ ഈസിയാണ്, മാത്രമല്ല നമുക്ക് നല്ല സേഫ്റ്റിയുമാണ്. ഇതൊരു പ്ലാസ്റ്റിക് റാപ്പർ കൊണ്ട് കോട്ട് ചെയ്തതാണ്. അതുകൊണ്ട് നമ്മുടെ കണ്ണുകളിലോ സ്കിന്നിലോ ആകും എന്നുള്ള പേടി വേണ്ട. മാത്രമല്ല 5 കിലോ ഡ്രസ്സിന് ഒരു ക്യാപ്സ്യൂൾ മതി. അപ്പോൾ ഇതെങ്ങനെ ജസ്റ്റ് ഓപ്പൺ ആക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ ബട്ടൺ കണ്ടില്ലേ നിങ്ങൾ? ഇപ്പോൾ ഞാൻ ടച്ച് ചെയ്യുന്ന ഈ ബട്ടൺ കണ്ടില്ലേ? ഈ ബട്ടൺ ഉള്ളിലേക്ക് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് തുറക്കാൻ സാധിക്കും. അല്ലാതെ നിങ്ങൾ സാധാരണ ഓപ്പൺ ആക്കാൻ നോക്കിയാൽ ഇത് ഓപ്പൺ ആക്കാൻ കഴിയില്ല. ഉള്ളിലേക്ക് പ്രസ് ചെയ്യുക, തുറക്കുക. അതുകൊണ്ടാണ് ഇതിനെ ചൈൽഡ് ലോക്ക് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ 15 പോഡ്സ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ 3 ലിക്വിഡായിട്ടാണ് നമുക്ക് ഇതിലേക്ക് കിട്ടുന്നത്. അപ്പോൾ 3 ലിക്വിഡുണ്ട്. ഒന്ന് ബ്രൈറ്റ്നെസ്, ആ ബ്ലൂ കളറിലുള്ളത് ബ്രൈറ്റ്നെസ്സും, പിന്നെ വൈറ്റ് കളറിലുള്ളത് ലിഫ്റ്റ് സ്റ്റെയിനും, പിന്നെ ഗ്രീൻ കളറിലുള്ളത് ക്ലീൻ ചെയ്യുന്ന ലിക്വിഡാണ്. അപ്പോൾ ഈ 3 ലിക്വിഡാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഏരിയൽ വാഷിംഗ് പൗഡറിൻ്റെ ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള ഈ പോഡ് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ ഇതിനുള്ളിലുള്ള ഒരു ബട്ടൺ പിടിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രസ് ചെയ്താൽ തന്നെ ഇത് തുറക്കാൻ നമുക്ക് സാധിക്കും. അല്ലാതെ ഇത് തുറക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇനി നമുക്ക് ഇത് വാഷിംഗ് മെഷീനിൻ്റെ ഉള്ളിലേക്ക് ഒരു ബോർഡ് ഇടാം. എന്നിട്ട് അതിന് ശേഷം കുറച്ച് ഡ്രസ്സ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ആ പോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി നമ്മുടെ മെഷീൻ ഒന്ന് ഓൺ ചെയ്യാം. അപ്പോൾ ഇത് വാട്ടർ വരാൻ സ്റ്റാർട്ടായിട്ടുണ്ട്. വാട്ടർ വരുമ്പോൾ തന്നെ അത് പൊട്ടിപ്പോയി. അപ്പോൾ നമുക്ക് എക്സ്ട്രാ പൊട്ടിക്കുകയോ കീറുകയോ ഒന്നും വേണ്ട. അപ്പോൾ ഒരു 5 കിലോ ഡ്രസ്സ് തന്നെ വേണമെന്നില്ല, ശരാശരി ഒരു 5 കിലോ ഡ്രസ്സ് മതി. അപ്പോൾ ഇതുപോലെ പുത്തൻ വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തും. ബൈ.